ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ ഇന്നൊരു അടിപൊളി ത്രില്ലിംഗ് സ്റ്റോറി കേൾക്കാൻ പോകണം. കഥയുടെ നെയിം എന്ന് വെച്ചാൽ മാർവലസ്. നമ്മുടെ ഈ കഥയുടെ പ്രധാന കഥാപാത്രങ്ങൾ അവിടെ ആൻഷോമയും അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് ബെല്ലയുമാണ്. നമ്മുടെ ആൻഷോമ നല്ല ധൈര്യമുള്ള കുട്ടിയാണ്, പക്ഷേ ബെല്ല അതിന് നേരെ ഓപ്പോസിറ്റാണ്. ഇവർ രണ്ടുപേരും ഹൈസ്കൂൾ വിദ്യാർത്ഥികളാണ്. ഇവർ ഈ പഠിക്കുന്ന സ്കൂളിൽ പല കെട്ടുകഥകളുണ്ട്. പക്ഷെ അതൊന്നും ആരും വിശ്വസിക്കില്ലെങ്കിലും അവർ പറഞ്ഞതിനെതിരായിട്ട് ചെയ്യാൻ എല്ലാവർക്കും പേടിയുണ്ട്. ഇവരുടെ തന്നെ ഒരു സ്കൂളിൽ സെക്കൻഡ് ഫ്ലോറിൽ ഒരു റൂമുണ്ട്. അതിൻ്റെ വാതിൽ വന്നിട്ട് ഇപ്പം ഏകദേശം 16 വർഷങ്ങളായി. ആ റൂമിൻ്റെ തൊട്ടടുത്തുള്ള 2 ക്ലാസ് ഒന്നും യൂസ് ആക്കാറില്ല. ആ റൂമിന് എന്തോ ഒരു ആത്മാവ്, ആ ഒരു ഇതിലാണ് ഇവർ പറഞ്ഞു വിശ്വസിക്കുന്നത്. ആ വാതിൽ ഒരു നാൾ തുറക്കപ്പെടുമെന്നും അന്ന് ഈ സ്കൂൾ തകരുമെന്നും പണ്ടുണ്ടായി ഒരു ടീച്ചർ എല്ലാവരോടും പറഞ്ഞു നടന്നിരുന്നു. ഈ വിവരം പ്രിൻസിപ്പളിൻ്റെ അടുത്ത് എത്തിയപ്പോൾ ആ പ്രിൻസിപ്പൾ അതേപടി ആ ടീച്ചറിനെ ഒഴിവാക്കി വിട്ടിരുന്നു. ആൻഷാമി അവളുടെ അമ്മയുടെ നിർബന്ധത്തിലാണ് ഇവിടെ പഠിക്കുന്നത്. അവൾക്കൊരു താല്പര്യം ഉണ്ടായിരുന്നില്ലായിരുന്നു. അവൾ ഇവിടെ പഠിക്കാൻ വന്ന് തന്നെ ബെല്ലയെ കണ്ട് പരിചയപ്പെട്ടു. പിന്നീട് അവർ ബെസ്റ്റ് ഫ്രണ്ട്സായി മാറുകയാണ് ഉണ്ടായിരുന്നത്. പിന്നെ ആ ഒഴിവാക്കിയ ടീച്ചർ ഉണ്ടല്ലോ, മറ്റാരുമല്ല, അത് നമ്മുടെ ആൻഷാമയുടെ അമ്മ മാർഷല തന്നെയായിരുന്നു. പക്ഷേ ഇത് നമ്മുടെ ആൻഷാമക്ക് അറിയില്ലായിരുന്നു. അവളുടെ അമ്മ ഇവിടെ ടീച്ചറായിട്ടുണ്ടായിരുന്നെന്നും ഒരു കാര്യം അറിയില്ലായിരുന്നു. പിന്നെ അവളുടെ അമ്മ ഈ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയും കൂടിയായിരുന്നു. പക്ഷെ ഈ കാര്യങ്ങളും നമ്മുടെ ആൻഷാമക്ക് അറിയില്ലായിരുന്നു കേട്ടോ. അങ്ങനെ ഒരു ദിവസം ബെല്ല നമ്മുടെ ആൻഷാമയോട് ഈ വാതിലിനെ പറ്റിയിട്ടൊക്കെ പറയാണ്. ഈ വാതിൽ ഇത്ര വർഷമായി തുറക്കാത്തത്, ഇവിടെ എന്തോ പ്രേതമൊക്കെ ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ആൻഷാമ പറയാണ്, എൻ്റെ അമ്മക്ക് അറിയില്ലായിരിക്കും ഇതൊന്നും. എൻ്റെ അമ്മ ഇതൊക്കെ അറിഞ്ഞാണെങ്കിൽ ഒരിക്കലും എന്നെ ചേർക്കത്തില്ല, കാരണം എൻ്റെ അമ്മക്ക് അത്രയ്ക്ക് പേടിയാണ് എന്നൊക്കെ പറയാണ്. പിന്നെ ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, നമ്മുടെ ആൻഷാമക്ക് ഒട്ടും താല്പര്യമില്ല ഈ സ്കൂളിൽ പഠിക്കാൻ. എന്തെങ്കിലും ഒരു അവസരം കിട്ടി ഒഴിഞ്ഞു മാറാനാണ് അവൾ നോക്കുന്നത്. പിന്നെ ഈ സ്കൂള് ഹോസ്റ്റലൊക്കെ പോലെയാണ്, സ്റ്റേ ഒക്കെ ഉണ്ട്. നമ്മുടെ ആൻഷാമയുടെ വീട് ഈ സ്കൂളിൽ നിന്ന് ഒരുപാട് ദൂരെയാണ്. ഓളിവിടെ നിന്ന് സ്റ്റേയിലാണ് നിൽക്കുന്നത്. ഓളും ബെല്ലും ഒക്കെ സ്റ്റേ തന്നെയാണ്. അവൾ 1 മാസം കൂടുമ്പോഴൊക്കെയാണ് വീട്ടിൽ പോകാറ്. പിന്നെ ഈ സ്കൂളിന് ഒരു പ്രത്യേകത ഉണ്ട്. ഈ സ്കൂളിൻ്റെ ആനിവേഴ്സറിൻ്റെ അന്ന് ഈ സ്കൂളിൽ എന്തെങ്കിലും ഒരു ഭയാനകരമായ വല്ലതും സംഭവിക്കും, അത് ഉറപ്പാണ്. അതെല്ലാം കൊല്ലം നടന്നിട്ടുണ്ട്. ഇവിടുത്തെ പ്രിൻസിപ്പളൊക്കെ അത് ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടുത്തെ പ്രിൻസിപ്പളിൻ്റെ ഒരു സ്വഭാവം പറയുകയാണെങ്കിൽ അവർക്ക് എല്ലാം അറിയാം, എന്തൊക്കെയോ അറിയാം. പക്ഷെ അത് ആരോടും പറയാതെ എല്ലാം മറച്ചു വെച്ച് എന്തെല്ലോ അറിഞ്ഞിട്ടറിയാത്ത പോലെ ഇരിക്കുന്ന ഒരു ക്യാരക്ടറാണ്. ഈ സ്കൂളിൽ എന്തൊക്കെയോ ഉണ്ടെന്നും ഈ സ്കൂളിനെ പറ്റിയിട്ട് ഏകദേശം അറിയുന്നൊരു ഇതാണ്. പക്ഷെ അത് ആരോടും പറയാതെ. പക്ഷേ പ്രിൻസിപ്പളിൻ്റെ ഉള്ളിൽ ഒന്ന് മാത്രമേ ഉള്ളൂ, ഈ സ്കൂളിൽ നിന്നും നല്ല രീതിയിൽ സംരക്ഷിച്ചു കൊണ്ടുപോകണം. അങ്ങനെ പറഞ്ഞ് സ്കൂളിലെ ആനിവേഴ്സറി എത്തിയിരിക്കുകയാണ്. അപ്പോൾ ആനിവേഴ്സറിൻ്റെ തലേന്ന് പ്രിൻസിപ്പൾ ആരും അറിയാതെ രാത്രി നമ്മുടെ സ്കൂളിൻ്റെ ഗേറ്റിൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ സ്കൂളിൻ്റെ ഉള്ളത്തെ ഗേറ്റിൻ്റെ പ്രിൻസിപ്പൾ വേറെയാണല്ലോ. പ്രിൻസിപ്പൾ സ്കൂളിലേക്ക് വന്ന സമയത്ത് ഉള്ളത്തെ ഗേറ്റിൽ ഒരു കറുത്ത മുഖം മൂടിയൊക്കെ ഇട്ടിട്ട് ഒരാളോട് ഈ പ്രിൻസിപ്പൾ എന്തൊക്കെയോ സംസാരിക്കുകയാണ്. കുറേ നേരം അവിടെ നിന്ന് സംസാരിച്ച് പിന്നെ പ്രിൻസിപ്പൾ തിരിച്ചവരുടെ വീട്ടിലേക്ക് തന്നെ നടക്കുകയാണ്. അന്ന് രാത്രി നമ്മുടെ പ്രിൻസിപ്പളിന് തീരെ ഉറക്കില്ല. എന്തൊക്കെയോ ആലോചിച്ച് നാളെ എന്തൊക്കെ നടക്കും, നാളെ കുട്ടികളൊക്കെ വരുമോ, എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ ഉറക്കില്ലാത്തൊരു രാത്രിയായിരുന്നു അന്ന് പ്രിൻസിപ്പളിന്. എല്ലാ ആനിവേഴ്സറിൻ്റെ തലേന്ന് ഇത് തന്നെയാണ് പ്രിൻസിപ്പളിൻ്റെ അവസ്ഥ. അവർ നമ്മുടെ ആൻഷോമയോട് സ്കൂളിൽ വന്നിട്ട് 5 മാസം കഴിഞ്ഞത്ര കേട്ടോ. ആൻഷോമ കിടക്കാൻ പോകുമ്പോഴാണ് അമ്മ മാർഷലിൻ്റെ ഒരു ഫോൺ കോൾ കണ്ടത്. എന്താ അമ്മയെന്ന് അമ്മയോട് ചോദിക്കുമ്പോൾ അമ്മ എന്തോ തിരക്ക് പിടിച്ച് ഭയങ്കര ടെൻഷനായിട്ട് പറയാണ്, മോളെ ഞാൻ പറയാൻ വിട്ടുപോയതാണ്, നാളെ എന്തായാലും സ്കൂളിൽ പോകണം, 6 മണി കഴിയാതെ നീ ഒരിക്കലും വരാൻ പാടില്ല, അവിടെ വരെ എന്തെങ്കിലും പറഞ്ഞ് നിൽക്കണം. അച്ഛമ്മക്ക് ഒന്നും തിരിയുന്നില്ല. അച്ഛൻ ചോദിക്കാൻ അമ്മ 4:15 സ്കൂളിൽ വിടും, എന്നിട്ട് നേരെ ഹോസ്റ്റലിലേക്ക് അന്ന് സാധാരണ വരുത്ത്, അതുവരെ 6 മണി വരെയൊക്കെ ഞാൻ എന്താക്കാനാണ്. അപ്പോൾ അമ്മ അങ്ങനെ ടെൻഷനായിട്ട് പറയാനും, മോളെ അമ്മ പറയുന്നത് നീ കേൾക്ക്, മോള് ബെല്ലയുടെ കൂടെ ലൈബ്രറിയിൽ പഠിക്കാനെന്ന് പറഞ്ഞിട്ട് ഇരുന്നോളും, പ്ലീസ് 6 മണി കഴിയാതെ എന്തായാലും ആ സ്കൂളിൻ്റെ ഗേറ്റ് നീ കടക്കാൻ പാടില്ല എന്ന് പറയാണ്. അപ്പം ഞാൻ പറഞ്ഞതനുസരിക്കണമൊക്കെ അങ്ങനെ അമ്മ പറയുന്നുണ്ട്. അപ്പോൾ ബെല്ല പറയാൻ നോക്കാം, എനിക്ക് ഉറപ്പില്ല പറയാൻ. അപ്പം പറയാൻ നോക്കാനല്ല, എന്തായാലും നീ ചെയ്യാൻ എനിക്ക് വാക്ക് തരണമെന്ന് പറഞ്ഞു.
അപ്പം ആൻഷിയമ്മ പറഞ്ഞു അമ്മ നമുക്ക് പറയാൻ പറ്റത്തില്ല, 6 മണിയൊക്കെ ഇരിക്കാനൊന്നും കഴിയത്തില്ല, 5 മണിക്കായിട്ട് ലൈബ്രറി തന്നെ പൂട്ടും തോന്നുന്നു പറഞ്ഞു. അപ്പോൾ ആൻഷിയമ്മയുടെ അമ്മ പറയാണ് എനിക്കറിയാതെ എത്ര നേരം ലൈബ്രറി ഒക്കെ ഓപ്പൺ ആണ്, 6 മണി വരെ ഇരുന്നേ പറ്റുമെന്ന് പറയാണ്. അപ്പം ആൻഷിയമ്മ പറയുന്നത് എന്താ കാര്യം നോക്കാണ്. അപ്പം ആൻഷിയുടെ അമ്മ ഒന്ന് പതറിയിട്ട് പറയാണ് അതൊക്കെ ഞാൻ നീ വീട്ടിൽ വന്നിട്ട് പറയാം, നീ ഇപ്പം നാളെ എന്തായാലും 6 മണി വരെ ഇരിക്കണം, നീ നാളെ ലീവ് എടുക്കാൻ പാടില്ല, മോള് കിടന്ന് അമ്മ ഫോൺ വെക്കല്ല എന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കാണ്. ആൻഷി നമുക്കൊന്നും മനസ്സിലാവുന്നില്ല, അമ്മ കാര്യമില്ലാതെ ഇങ്ങനെയൊന്നും പറയില്ല എന്നുള്ളതൊക്കെ അറിയാം. ആൻഷി അമ്മ നമ്മുടെ ബെല്ലയെ പെട്ടെന്ന് വിളിച്ച് ചോദിച്ചു നാളെ വല്ല പ്രത്യേകത ഉണ്ട്, നമ്മുടെ സ്കൂളിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ട് ചോദിക്കാണ്. അപ്പോൾ ബെല്ല പറഞ്ഞു അയ്യോ ഞാൻ എന്നോട് പറയാൻ വിട്ടുപോയി, ഞാൻ നാളെ നമ്മുടെ സ്കൂളിൻ്റെ ആനിവേഴ്സറി ആണെന്ന് പറയാൻ. അതുപോലെ നാളെ എല്ലാവരും ലീവായിരിക്കും, എന്തൊക്കെയോ ഭയപ്പെടുത്തുന്നത് അവിടെ നടക്കുമെന്നൊക്കെ കേട്ടിട്ടുണ്ട്, ഞാൻ നാളെ ഇല്ലയെന്ന് പറയാൻ. ഞാൻ ഇതുവരെ ഒരു ആനിവേഴ്സറിക്കും പോയിച്ചില്ല എന്നൊക്കെ പറയാണ്. എൻ്റെ അമ്മ പോകണ്ട പറഞ്ഞിനി, നീയും പോകണ്ടെന്ന് പറഞ്ഞിട്ട് പറയാണ്. ആൻഷി ഫുള്ള് കൺഫ്യൂസായി. അമ്മ ഒരു ഭാഗത്ത് ഇങ്ങനെ, ഒരു ഭാഗത്ത് ഇങ്ങനെ. ആൻഷി അമ്മ ഇപ്പം തൽക്കാലം ഒന്നും പറയാതെ ഫോൺ കട്ട് ചെയ്യണം. ഫുൾ കൺഫ്യൂസായി നിന്ന് അയാൾ നാളെ പോണോ വേണ്ടയോ, അമ്മക്ക് വാക്കും കൊടുത്തു പോയി, അമ്മയോട് ഇനി വിളിക്കാനും കഴിയുന്നില്ല, അമ്മ കിടന്നു കാണും. എന്നിട്ടൊക്കെ ഫുൾ ടെൻഷനായി അവിടെ ഒരു ജനാലയുടെ ഇറകിൽ അവളിങ്ങനെ ഇരിക്കുകയാണ്, എന്തൊക്കെയോ ആലോചിച്ചിരിക്കുകയാണ്. എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അമ്മ എന്തിങ്ങനെ പറഞ്ഞ് നാളെ ആനിവേഴ്സറിനെ പറ്റിയിട്ട് അമ്മ അറിഞ്ഞിട്ടുണ്ടാവോ, അമ്മക്ക് എന്തെങ്കിലും ക്ലൂ കിട്ടിയിട്ടുണ്ടാവോ, ഒന്നും അറിയത്തില്ല. അവളാകെ ടെൻഷനായി. നാളെ പോണോ, ബെല്ലയും ഇല്ല, ആരെ കൂട്ടിനോ ഒന്നും അറിയാതെ നാളത്തെ അവസ്ഥയെപ്പറ്റി ബെല്ല പറഞ്ഞ് പേടിപ്പിക്കുകയും ചെയ്ത് എന്തൊക്കെയോ ഭയാനകരമായ സംഭവങ്ങളൊക്കെ നടക്കുമെന്ന്. അപ്പോൾ അവൾക്ക് ആലോചിച്ച് പേടിയുണ്ട്, പക്ഷെ അവൾക്ക് പോകണമെന്നുണ്ട്. അപ്പോൾ പോവോ ഇല്ല എന്നൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വെച്ച് തരാണ്. അപ്പം ഇനി എന്തൊക്കെ നടക്കാമെന്ന് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അപ്പോൾ കഥയുടെ പോക്കൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യണം. ഇനി എന്തൊക്കെ മാറ്റിത്തിരുത്തോട് വരുത്തണോ, എന്തൊക്കെ ആവണം, എന്തൊക്കെ തെറ്റിത്തിരുത്തോടൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, എല്ലാം സ്വീകരിക്കുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, പിന്നെ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക, എല്ലാവരും കമൻറ്റ് ചെയ്യുക. നല്ലതാണെങ്കിൽ നല്ലത്, ചീത്തയാണെങ്കിൽ ചീത്തതെന്തെങ്കിലും കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റി തിരിച്ചുങ്ങൾ വരുത്തണോ, കഥയുടെ പോക്ക് എങ്ങനെയാണ് എന്തൊക്കെ പറഞ്ഞ് കമൻറ്റ് ചെയ്യുക, എന്തെങ്കിലും അയച്ച് കമൻറ്റ് ചെയ്യുക. അപ്പം ബൈ, നെക്സ്റ്റ് എപ്പിസോഡിൽ നമുക്ക് അടിപൊളി എപ്പിസോഡായിട്ട് വരാം.